ഹായ് ഗൈസ്, ഡെയിലി ജോബ് അലേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്ന ഗൾഫ് കൺട്രീസിലേക്ക് വന്നിട്ടുള്ള 50-ലധികം കമ്പനീസിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ്. നിരവധി ഒഴിവുകളിലേക്ക് ഫ്രഷേഴ്സിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന നിരവധി വേക്കൻസീസും ഉണ്ട്. സോ നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ മിസ്സാകാതിരിക്കാൻ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നാട്ടിലും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കുവൈത്തിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള 8 കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. മെയ് 20 മഞ്ചേരിയിൽ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഫുഡ് അലവൻസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മറ്റെല്ലാ അലവൻസും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മാനേജർ, സൂപ്പർവൈസർ, അക്കൗണ്ടന്റ്, സെയിൽസ്മാൻ, കാഷ്യർ, സെക്യൂരിറ്റി ഗാർഡ്, ഫിഷ് കട്ടർ, ബുച്ചർ എന്നീ കാറ്റഗറികളായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE മാർക്കൻസി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള സെക്ഷൻ സൂപ്പർവൈസർ, സെയിൽസ്മാൻ, അക്കൗണ്ടന്റ്, റിസീവേഴ്സ് എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇന്റർവ്യൂ മെയ് 15, 16, 18 തീയതികളിലായി വടകര, തിരൂർ, എറണാകുളം എന്നിവിടങ്ങളിലായി നടക്കുന്നു. 200-ലധികം വേക്കൻസീസിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദുബായിലെ സെമി ഗവൺമെന്റ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ഏവിയേഷൻ ലോഡർ, വെയർഹൗസ് വർക്കർ, എയർക്രാഫ്റ്റ് ക്ലീനർ, വെയിറ്റേഴ്സ് എന്നിങ്ങനെ 4 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. SLC +2 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിലേക്കുള്ള ഇന്റർവ്യൂ മെയ് 16, 17 തീയതികളായി കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAEയിലെ GPAS എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ഫെസിലിറ്റി സൂപ്പർവൈസറിന്റെ വേക്കൻസീസ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഓർ ITI വിത്ത് GCC എക്സ്പീരിയൻസ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAEയിലേക്ക് വന്നിരിക്കുന്ന ഹൗസ് കീപ്പർ, കിച്ചൺ ഹെൽപ്പർ, ക്ലീനർ, ഫീമെയിൽ എന്നിങ്ങനെ 3 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഓവർ ടൈമും അക്കോമഡേഷനും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡ്യൂട്ടി ടൈം മീൽ അവൈലബിൾ ആയിരിക്കും. അഡ്രസ്സും കോൺടാക്ട് നമ്പറും വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് UAEയിലേക്ക് വന്നിരിക്കുന്ന കാഷ്യർ, സൂപ്പർവൈസർ, ഫിഷ് കട്ടർ, ബുച്ചർ എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഫുഡും അക്കോമഡേഷനും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAEയിലെ ഫ്രണ്ട് ലൈൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂൾ വന്നിരിക്കുന്ന 2024-25 വർഷത്തേക്കുള്ള ടീച്ചിങ് കാറ്റഗറീസിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഇന്റർവ്യൂ ലൊക്കേഷനും കാര്യങ്ങളും നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതാണ്. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വീഡിയോയിൽ നൽകിയിരിക്കുന്ന മെയിൽ ID വഴി അപ്ലൈ ചെയ്യുക. അടുത്തത് ദുബായിലെ അൽമക്ടം എയർപോർട്ടിലെ ഹോളിഡേ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള 11 കാറ്റഗറികളിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഫ്രീ ഫുഡും അക്കോമഡേഷനും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഹോളിഡേ ഇന്നിൻ്റെ മുംബൈ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്ലൈ ചെയ്യുന്നതിനായി വീഡിയോയിൽ നൽകിയിരിക്കുന്ന മെയിൽ ID ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് മക്കിൻ ടെക്നിക്കൽ സർവീസസിലേക്ക് വന്നിരിക്കുന്ന 5 കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. മിനിമം 5 to 8 ഇയർ ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. CV സെൻഡ് ചെയ്യാനായിട്ടുള്ള മെയിൽ ID വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് അൽഗുറൈർ ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന 6 കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. അപ്ലൈ ചെയ്യാനായിട്ടുള്ള മെയിൽ ID വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഇന്റർവ്യൂ ലൊക്കേഷൻ കമ്പനി അറിയിക്കുന്നതാണ്. അടുത്തത് ഖത്തറിലേക്ക് വന്നിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനർ കം എഡിറ്റർ, സെൽ കെയർ ടെക്നീഷ്യൻ എന്നിങ്ങനെ 2 കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അപ്ലൈ ചെയ്യാനായിട്ടുള്ള മെയിൽ IDയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന CNC ഓപ്പറേറ്റേഴ്സിന്റെ വേക്കൻസീസ് ആണ്. 2500 മുതൽ 2700 സൗദി റിയാൽ വരെ സാലറി ലഭിക്കുന്നതാണ്. ഫുഡ് അലവൻസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. CV സെൻഡ് ചെയ്യാനുള്ള മെയിൽ IDയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് സൗദി അറേബ്യയിലെ ഫുഡ് ആൻഡ് ബെവറേജസ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന 7 കാറ്റഗറികളിലായിട്ടുള്ള വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇന്റർവ്യൂ മെയ് 16 തീയതി കാലിക്കറ്റ് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഫ്രീ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAEയിലേക്ക് വന്നിരിക്കുന്ന ബാങ്കിംഗ് സെയിൽസ് സ്റ്റാഫിന്റെ വേക്കൻസീസ് ആണ്. 3000 AD സാലറി പ്ലസ് ഇൻസെന്റീവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്കുള്ള ഇന്റർവ്യൂ മെയ് എൻഡിൽ കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. 6 months എക്സ്പീരിയൻസ് ഉള്ള ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ബഹ്റൈനിലേക്ക് വന്നിരിക്കുന്ന അക്കൗണ്ടന്റ്, ഷെഫ് എന്നിങ്ങനെ 2 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. CV സെൻഡ് മെയിൽ IDയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന വാൻ സെയിൽസ്മാൻ, ഓപ്പറേറ്റർ, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, ഏരിയ സെയിൽസ് സൂപ്പർവൈസർ, ലേബർ എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇന്റർവ്യൂ മെയ് 15 തീയതി കാലിക്കറ്റ് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന എയർപോർട്ട് ബസ് ഡ്രൈവേഴ്സിന്റെ വേക്കൻസീസ് ആണ്. അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ സലൂണിലേക്ക് 2 മസാജ് തെറാപ്പിസ്റ്റിനെയും 1 മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ ടെക്നീഷ്യന്റെയും ആവശ്യമുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. കൂടാതെ വർക്കിംഗ് വീഡിയോയും ഫോട്ടോസും വേണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.
അടുത്തത് സൗദി ദമാമിലേക്ക് വന്നിരിക്കുന്ന ഹൗസ് ഡ്രൈവറിൻ്റെ വേക്കൻസീസ് ആണ്. 1700 റിയാലും പ്ലസ് റൂമും ഉണ്ടായിരിക്കുന്നതാണ്. അറബി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി 32ഓളം ജോബ് നോട്ടിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ സ്ത്രീകൾക്കും ഫ്രഷേഴ്സിനും പുരുഷന്മാർക്കും നിരവധി വേക്കൻസീസ് ആണുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക.